ഖുർആൻ വലിയ അത്ഭുതമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങി മിനൽ ജിന്നത്തി വന്നാസ് എന്നതുവരെ കിടക്കുന്ന ഖുർആൻ മുഴുവനും വഹ്ദത്തുൻ വാഹിദ, ഒരു യൂണിറ്റ് ആണെന്നാണ്, ഒന്നാണെന്നാണ്. ജസാക്കല്ലാഹു ഖൈർ. എല്ലാം ഒരേപോലെ, ഓരോ സൂറത്ത് അവസാനിക്കുന്നതും അടുത്ത സൂറത്തിന്റെ തുടക്കവും തമ്മിൽ ബന്ധം. നമ്മൾ സൂറത്തുൽ ഖമറിന്റെ അവസാനവും സൂറത്തുർ റഹ്മാൻ അർ-റഹ്മാനും തുടങ്ങിയതും ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന തൊട്ടുമുമ്പത്തെ സൂറത്തിലെ ആ ആയത്തും അർ-റഹ്മാനും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഓരോ ഭാഗങ്ങളും അത്ഭുതമാണ്. ഖുർആൻ ഒരുമിച്ച് എല്ലാം തൊട്ടടുത്ത വിഷയവുമായി ബന്ധിച്ചിരിക്കുകയാണ്. ദിൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു മഹത്വമുടയവനാണ്, അല്ലാഹു കാരുണ്യമുള്ളവനാണ്. ഇത് കഴിഞ്ഞിട്ട് ഇദാ വഖഅത്തിൽ വാഖിഅഹ്, സംഭവിക്കേണ്ട ആ ഒരു ഭയാനകമായ സംഭവം നടക്കുമ്പോൾ, ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ, ലൈസ ലിവഖഅതിഹാ കാദിബ, സൂറത്തുൽ വാഖിഅ തുടങ്ങുന്നത് അല്ലാഹുവിന്റെ ദുൽ ജലാലി വൽ ഇക്റാം, പടച്ചവന്റെ ഔദാര്യവും അവന്റെ മഹത്വവും ശരിക്കും മനസ്സിലാകുന്നത് എവിടെയാണ്? മഹ്ശറായിലാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പടച്ചതമ്പുരാന് മാത്രമാണ്. ഈ ജലാലും ഇക്റാമും ശരിക്കും അനുഭവിക്കേണ്ടതും മനസ്സിലാക്കുന്നതും എവിടെയാണ്? ആഖിറത്തിലാണ്, ഖിയാമത്ത് നാളിലാണ്. അതുകൊണ്ട് തൊട്ടുടനെ പറയുന്ന സൂറത്തുൽ വാഖിഅ സൂറത്തുർ റഹ്മാനിന്റെ അവസാനവുമായി ബന്ധിച്ച് കിടക്കണം. ഇങ്ങനെ ഓരോ സൂറത്തും ഇങ്ങനെ വന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തിലേക്ക് എത്തി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബ്ദൂൻ, ഓ അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ നിങ്ങളും ആരാധിക്കണില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, ഇതിനെ മറ്റൊന്നിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റൂല. അതാണ് സൂറത്തിന്റെ അവസാനം. അവർ പറയാൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കക്കാരായ ആളുകൾ, ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകൾ, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള ആളുകൾ, വലീദ് ബിൻ ഉഖബയെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറയാണ്, നമുക്കൊരു കോംപ്രമൈസ് ആയിക്കൂടെ? അള്ളാനെ ഞങ്ങൾ ഇക്കൊല്ലം ആരാധിക്കാം, പിറ്റത്തെ കൊല്ലം മുഹമ്മദ് നബി നിങ്ങളും മുസ്ലിമീങ്ങളും ഞങ്ങളുടെ ലാത്ത ഉസ്സ മനാത്ത ബിംബത്തെ ആരാധിക്കുക, പിറ്റത്തെ കൊല്ലം നമുക്ക് അള്ളാനെ ആരാധിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിംബത്തെ ആരാധിക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പോയാൽ പോരെ, എന്തിനാ നമ്മൾ കുടുംബക്കാരല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅബ്ദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, എന്റെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, വലാ അന ആബിദുൻ മാ അബദതും, നിങ്ങളുടെ ഈ ബിംബങ്ങളെ ഇനി ഭാവിയിലും ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോകുന്നുമില്ല, ആ പ്രതീക്ഷയെ വേണ്ട. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾ ഈ പറയുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിക്കണമെന്ന ഒരു അല്പം പോലും മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ ഒരു ചിന്തങ്ങൾക്കില്ല, വെറുതെ പറയായിരുന്നു. അല്ല, ഇത് ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞൊരു സമൂഹത്തോടായി പറയുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, എനിക്ക് എന്റെ ദീൻ, എനിക്കൊരു ദീൻ വേണം, ഞാൻ അള്ളാഹുവിന്റെ ദീനിലാണ്, ഇതാണ് എന്റെ ദീൻ എന്നൊരു മനുഷ്യന് തോന്നുമ്പോഴാണ് അള്ളാഹുവിന് വിജയം വരുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും അള്ളാഹുവിന്റെ സഹായവും ഇതാ വരുന്നു. ഇന്നഹു കാന തവ്വാബ, സൂറത്തു നസ്ർ അവസാനിക്കാൻ അല്ലാഹു തആല ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ഒരുപാട് സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. ഇതെല്ലാവർക്കും സ്വീകരിക്കോ പടച്ചോന്? എല്ലാവർക്കും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കോ? ഇല്ല. ചില ആളുകൾ, അള്ളാഹുവിന്റെ എതിരെ ധിക്കാരത്തോടുകൂടെ നടക്കുന്നവർ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലായിരുന്നാൽ പോലും അവർക്ക് ഈ ഭാഗ്യം കിട്ടുന്നില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബ് നശിച്ചു, അവൻ നശിക്കട്ടെ, അവൻ നബിയുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുവാണ്, നബിയുടെ ഉപ്പാന്റെ ജ്യേഷ്ഠനാണ്, പക്ഷേ അവൻ ഉപകാരപ്പെട്ടില്ലല്ലോ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, നരകത്തിലാണ് അബൂ ലഹബ്. അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും നരകത്തിലാണ്, അവരുടെ കഴുത്തിൽ തീയിന്റെ മാലയുണ്ട്. ഫീ ജീദിഹാ ഹബ്ലുൻ, പടച്ചോനെ, ഈ നരകത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടും? അല്ലാ, നരകത്തിലാണോ ഉമ്മു ജമീൽ? നരകത്തിലാണല്ലേ അബൂ ലഹബ്? എങ്ങനെയാണ് പടച്ചോനെ രക്ഷപ്പെടുക നരകത്തിൽ നിന്ന്? ഖുൽ, നീ പറഞ്ഞോ, ഹുവല്ലാഹു അഹദ് എന്ന് നീ പറ,
അള്ളാഹുവിന്റെ തൗഹീദ് നീ സ്വീകരിക്ക്. ഈ തൗഹീദ് സ്വീകരിച്ചാൽ നിനക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ട്. ഓരോ സൂറത്തിന്റെ അവസാനം അടുത്തെയും നേരെ ബന്ധത്തിലാണ്. തൗഹീദ് അങ്ങനെ പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ തൗഹീദിൽ നിന്ന് ഉറച്ചു നിൽക്കണം. ഇതിൽ നിന്ന് മനുഷ്യനെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? പിശാചാണ്. കാവലിനെ ചോദിച്ചോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം പടച്ചോനെ. അങ്ങനെ രക്ഷ കിട്ടണമെങ്കിൽ എനിക്ക് നിന്നെ മുറുകെ പിടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ നാസ് അവസാനിക്കുമ്പോൾ നാസ് എന്ന് സുക്കൂനല്ല, നാസി കസ്റാണ്. മിനൽ ജിന്നത്തി വന്നാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ അവസാനിക്കുന്നെങ്കിൽ അവിടെ നാസ് പൂജ കിട്ടുക, അവിടെ അല്ലേ സുക്കൂന കിട്ടുക, വട്ടത്തിലുള്ള സുക്കൂനയുടെ സുക്കൂനല്ല ഖുർആൻ. എന്തേ അവസാനിക്കുന്നില്ല? അവസാനിക്കുമ്പോഴേക്കും തുടങ്ങാണ് ബിസ്മി. അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തിയില്ലേ, അൽഹംദുലില്ലാഹ്. അല്ലേ, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള ശൈത്താനിൽ നീ എന്നെ കാത്തില്ലേ പടച്ചോനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിനക്ക് റബ്ബേ സ്തുതി. ഇങ്ങനെ സൈക്കിളാണ് ഫാത്തിഹ അവസാനിക്കുന്ന വലല്ലാലീൻ ആമീൻ. പടച്ചോനെ എന്നെ നീ പിഴച്ചവരുടെ മാർഗത്തിലേക്ക് ചേർക്കല്ലേ റബ്ബേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം കിട്ടിയ ആൾക്കാർ അവരാരാണ്? ജൂതന്മാർ. വലല്ലാലീൻ, പിഴച്ചുപോയ ആൾക്കാർ അവരാരാണ്? ക്രിസ്ത്യാനികൾ. ഇവരുടെ മാർഗത്തിലേക്ക് എന്നെ ചേർക്കല്ലേ പടച്ചോനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്ത് കിട്ടിയവരുടെ മാർഗത്തിലേക്ക് ചേർക്കല്ലാ. ആരുടേത് വേണ്ട? നിന്റെ ദേഷ്യം കിട്ടിയവരും വഴിപിഴച്ചവരും വേണ്ട. ഈ ദേഷ്യം കിട്ടിയവരും വഴിപിഴച്ചവരും എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ തൗറാത്തിലും ഇഞ്ചീലിലും ഓൾഡ് ടെസ്റ്റമെന്റിലും ബൈബിളിലും ഇല്ലാത്തത് ചേർക്കുകയും അള്ളാഹു പറഞ്ഞതിനെ മായ്ച്ചു കളയുകയും ചെയ്തവരാണ്. അള്ളാന്റെ ഗ്രന്ഥത്തെ മാറ്റിമറിച്ചവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതുകൊണ്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്. യാ അല്ലാഹ്, പിഴച്ചവരും അള്ളാന്റെ ദേഷ്യം കിട്ടിയവരും എന്തുകൊണ്ട് ദേഷ്യം കിട്ടി, എന്തുകൊണ്ട് പിഴച്ചു? അള്ളാന്റെ കിതാബിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുകൊണ്ട്. അതുകൊണ്ട് നിനക്ക് സന്മാർഗല്ലേ വേണ്ടത്? സിറാത്തുൽ മുസ്തഖീം, അത് ഈ ഖുർആനിലാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഈ കിതാബിൽ സംശയമില്ല. ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്. ലാ റൈബ ഫീഹ്, അതിന് സംശയമേ വേണ്ട. ഫീഹി ഹുദൻ, ഇതിൽ സന്മാർഗമുണ്ട്. ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. എങ്ങനെ വായിച്ചാലും അർത്ഥം പൂർണ്ണമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അവിടെ നിർത്തൂ. ഇതാണ് കിതാബ്. ഈ കിതാബിൽ പിഴവില്ല, ഇതിലാർക്കും ചേർക്കാനോ കളയാനോ പറ്റൂല. ഇതാണ് കിതാബ്. ദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്, ഇതിൽ സംശയം വേണ്ടേ വേണ്ട. ഇനി ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഇതാണ് ഒരു സംശയവുമില്ലാത്ത ഗ്രന്ഥം, ഉറച്ച ഗ്രന്ഥം ഇതാണ്. അങ്ങനെ അർത്ഥം. ലാ റൈബ ഫീഹ് ദാലിക്കൽ കിതാബു ലാ റൈബ്, ഇതാണ് കിതാബ്. ലാ റൈബ്, ഒരു സംശയവും വേണ്ട. അവിടെ നിർത്താം. ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഇതിൽ സന്മാർഗികൾക്ക്, സന്മാർഗം തേടുന്നവർക്ക് ഹിദായത്തുണ്ട്. മുത്തഖീങ്ങൾക്ക് ഹിദായത്തുണ്ട്. ഫീഹിനെ ഇങ്ങോട്ട് വലിക്കുക, ഫീഹിനെ അങ്ങോട്ട് കൊടുക്കുക. എങ്ങനെ ഓതിയാലും അർത്ഥം പരിപൂർണമാണ്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സ്ഥാപിച്ചു, ഈ കിതാബ് ഭയങ്കരമാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദാ, ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് ഹുദൻ ലിൽ മുത്തഖീൻ. ഇതൊക്കെ അർത്ഥം ക്ലിയറാണ്. എങ്ങനെ വെച്ചാലും അർത്ഥം പരിപൂർണമാണ്. ഇതാണ് അല്ലമൽ ഖുർആൻ. അള്ളാഹു അവന്റെ കലാം അള്ളാഹു തആല ഒരാൾക്ക് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിൽ കാണിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ യുഅതി ദുനിയ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ് വലാ യുഅതി ദീന ഇല്ലാ മൻ അഹബ്ബ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക്, ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു പൈസ കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെയും മുതലാളിമാരാക്കും, ഇഷ്ടപ്പെടാത്തവരെയും മുതലാളിമാരാക്കും. പക്ഷേ വലാ യുഅതി ദീന ഇല്ലാ മൻ അഹബ്ബ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു തആല അവന്റെ ദീൻ മനസ്സിലാക്കാൻ അവസരം കൊടുക്കുള്ളൂ. വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യഫഖിഹു ഫിദ്ദീൻ. എന്താണ് ഇതിന്റെ ആയത്ത്?
അല്ലമൽ ഖുർആൻ. ഈ ലോകത്തും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരുപക്ഷെ നിങ്ങൾ ഇൽമിന്റെ സദസ്സിൽ പോയിരിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അറിയാനും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ മൂല്യ നിമിഷങ്ങളാണ്. എന്തുകൊണ്ട് ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ വമൻ യുരിദില്ലാഹു ബിഹി ഖൈറ. ഒരു മനുഷ്യന് അല്ലാഹു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, ഖൈറൻ എന്ന വാക്ക് ഏറ്റവും വലിയ നന്മ എന്നാണ് അർത്ഥം. നക്കിറയാണ്, അൽ ഖൈർ എന്നല്ല. ഖൈറൻ ലിത്തഅദീം, ഏറ്റവും വലിയ നന്മ ഒരാൾക്ക് കിട്ടണമെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അവന്റെ ദീനിൽ അവന് ബോധമുണ്ടാവും. പടച്ചോനെ, ഞാൻ ഇത് ചെയ്യുന്നത് ഹറാമാണ്, ഇത് ഹലാലാണ്, എനിക്കിത് പാടില്ല, എനിക്ക് ഇതേ ചെയ്യാൻ പറ്റൂ, ഇതാണ് എന്റെ ദീൻ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ആളുകളുമായുള്ള പെരുമാറ്റം, എന്റെ ജോലിയിൽ ഞാൻ ചെയ്യേണ്ട സത്യസന്ധത, ഇതൊക്കെ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ചിന്തിക്കാനുള്ള ഒരു ബോധം ഒരാൾക്ക് കിട്ടിയെങ്കിൽ അത് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഖൈറാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഖൈർ അതാണ്. അതിലപ്പുറം ഖൈറൊന്നുമില്ല. മറ്റേതൊക്കെ എന്താ, പൈസ ഇന്നുണ്ട്, ഇല്ല, ആരുണ്ട്, നാളെ ആരുണ്ട്, മറ്റന്നാൾ ആരുണ്ട്, ആർക്ക് എന്തറിയാം, ഉണ്ടെങ്കിൽ അല്ലേ. പക്ഷേ ഈ ദീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാളെ മരിച്ചു പോയാലും നാളെ ഖബറിലും നാളെ ആഖിറത്തിലൊക്കെ രക്ഷപ്പെടാനുള്ള പാസ്പോർട്ടാണ് നമ്മുടെ ഈ കയ്യിലുള്ള ദീൻ. അത് അവിടെ ഒന്നും എക്സ്പയർ ആവില്ല. ഇതൊക്കെ അവിടെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ഡോക്യുമെന്റ് നമ്മുടെ ദീനേ ഉള്ളൂ. അള്ളാഹു നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ദീനീ ബോധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരം എന്താണ്? അല്ലാമ അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്, വഅദ്ന തഫഖുഹി അൻ യഅലമ അന്നൽ ആഖിറത ഖൈറുൻ മിനദ് ദുനിയ. ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ദീൻ എന്ന് പറയുമ്പോഴേക്കും പഠിച്ചു അല്ലെ, അറബി കോളേജിന്റെ പാസ്സായി, ഇന്നെ ബിരുദക്കാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തലപ്പാവ് കെട്ടി നടക്കുന്നവരാണ്, അല്ലെങ്കിൽ വെള്ളവസ്ത്രമിട്ട് നടക്കുന്നവരാണ്, ഇതൊക്കെയാണോ ദീൻ? അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾക്ക് കിട്ടേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ വിവരം, അടിസ്ഥാനം, ഏറ്റവും ചെറുതെന്താണെന്നറിയോ? അൻ യഅലമ അന്നൽ ആഖിറത ഖൈറുൻ മിനദ് ദുനിയ. എന്റെ ഈ ദുനിയാവിനേക്കാളൊക്കെ എനിക്ക് ഉത്തമം എന്റെ ആഖിറമാണ് എന്ന് ചിന്തിക്കൽ, അത് ബോധിക്കൽ ദീനീ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനമാണ്. അത് സാധാരണക്കാർക്ക് ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷേ പണ്ഡിതന്മാരായ ആളുകൾക്ക് ഒരുപക്ഷേ ഈ ഒരു ബോധം നഷ്ടപ്പെട്ടെന്ന് വരും. പിന്നെ അവരിൽ എന്ത് ഖൈറാവുള്ളത്? ജീവിക്കുന്നത് ബിസിനസ് നടത്താനാണ്, ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ്, ആകെ ദുനിയാവ് മതി എന്ന് ചിന്തിക്കുന്ന ഒരു പണ്ഡിതനേക്കാളും പാവപ്പെട്ട സാധാരണക്കാരൊരു മനുഷ്യൻ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരനാണ് ഒരുപക്ഷെ ഈ വെള്ളവസ്ത്രം ധരിച്ച മനുഷ്യനേക്കാളും ഇയാളാണ് ഖൈർ, അയാളാണ് ഖൈർ. എന്തുകൊണ്ട്? ഇതാണ് ദീൻ എന്ന് പറയുന്നത്. അലിമീങ്ങൾ ബിസിനസ് നടത്താൻ വരുന്ന ആൾക്കാരല്ല, അതിനൊക്കെ ആൾക്കാർ ഇവിടെ വേറല്ലേ. പൈസക്കാരും പൈസ ഉണ്ടാക്കാൻ ഇതല്ലല്ലോ. ആളുകൾക്ക് അഹ്കാമുകൾ പറഞ്ഞു കൊടുക്കണം, ദീൻ ഇവിടെ നിലനിൽക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. ആ രീതിയിലേക്ക് നമ്മുടെ ഉലമാ തിരിച്ചു വരണം. ഭയങ്കര വേദനാജനകമാണ് സാഹചര്യങ്ങൾ, ഭയങ്കര വേദനാജനകമാണ്. അല്ലാഹു തആല ഈ ഉമ്മത്തിന് ദിശാബോധമുള്ള ആലിമീങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. അതിനെ തഫഖുഹ്, മിനിമം വിദ്യാഭ്യാസം ഇതാണ്. എന്ത്? ഈ ബിസിനസ്സിന് പോകാതിരിക്കലാണ്. റിയൽ എസ്റ്റേറ്റുകാരനല്ല ആലിമാവേണ്ടത്. അതിനൊക്കെ വേറെ ആൾക്കാർ ഇവിടെ അല്ലേ. അങ്ങനെ പൈസ ഉണ്ടാക്കാനും കൊന്നുകൂട്ടി വെക്കാനൊക്കെ ഇവിടെ സാധാരണക്കായ ആളുകൾ അവരെക്കാളും സ്മാർട്ടുള്ളവരില്ലേ. ഇതാണോ ആലിമ് ചെയ്യേണ്ടത്? അല്ല. ആലിമീങ്ങൾ അള്ളാന്റെ അഹ്കാം പഠിപ്പിക്കാനുള്ളവരാ, ദുനിയാവിൽ നിന്ന് കെട്ടുകെട്ടി പോണമെന്ന് പഠിപ്പിക്കാനുള്ളവരാണ്. അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ആകെ ചെയ്യുന്നത് കോടികളുടെ ബിസിനസ്സുകളാണ്. യാ അല്ലാഹ്, അതിന് അല്ലമൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്റെ ആഖിറമാണ്, എന്റെ ദുനിയാവിനെക്കാളും ഖൈറെന്ന തോന്നലാണ്. മിനിമം വിദ്യാഭ്യാസം അതാണ്. പിന്നെ അതിന്റെ അപ്പുറമുള്ള ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഇൽമുകൾ. അല്ലാഹു നമുക്ക് സൽബോധം നൽകുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി